പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെണ്ടയ്ക്ക മസാലയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതിലേക്ക് വേണ്ട സാധനങ്ങൾ വെണ്ടയ്ക്ക ഈ കനത്തിൽ നുറുക്കുക, ഒരു ടീസ്പൂൺ കടലപ്പൊടി, ഒരു സബോള, ഒരു പച്ചമുളക്, ഒരു നല്ല ജീരകം, പിന്നെ കുറച്ച് നല്ല ജീരകം പൊടിച്ചത്, കുറച്ച് കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, ഒരു 6 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു 1/4 കപ്പ് തൈര്, ഒരു 1/4 കപ്പ് വെള്ളം ഒക്കെ വേണം. നമുക്കത് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ സ്റ്റവ് ഓൺ ചെയ്ത് ഒരു പാൻ വെച്ച് കൊടുക്കാം. പാൻ ഒന്ന് ചൂടായി വന്നാൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പാൻ ചൂടായി വന്നു, നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ. ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. കുറച്ച് 1/2 ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരുവിധം മൂത്ത് വന്നിട്ടുണ്ട്. ഇഞ്ചി ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് വെണ്ടക്കായ ഇട്ട് കൊടുക്കാം. വെണ്ടക്കായ അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. നല്ലോണം നമുക്ക് ഇളക്കാം. ഒന്ന് മൂത്ത് വരയ്ക്കാം. ഒരുവിധം വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് നല്ല ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് മൊരിഞ്ഞ് വരുന്ന പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പൊക്കെ നിങ്ങളുടെ പാകത്തിന് ഇട്ട് കൊടുക്കുക. വെണ്ടക്കായ ഒരുവിധം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഇടിച്ച മുളക് ഉണ്ടെച്ചെങ്കിൽ അതൊരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. ഇടിച്ച മുളക് ഇല്ലെങ്കിൽ 1/4 ടീസ്പൂൺ എരിവുള്ള മുളകും പൊടി. ഇനി കാശ്മീരി മുളകും പൊടി വെച്ചെങ്കിൽ 3/4 ടീസ്പൂൺ, എരിവുള്ള വെച്ചെങ്കിൽ 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ ഇളക്കി കൊടുക്കാം. പച്ചമണമൊക്കെ മാറി ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ട് ഒരു ടീസ്പൂൺ കടലമാവ് റോസ്റ്റ് ചെയ്യുക. കടലമാവ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട്
ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ ഇളക്കി കൊടുക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ട് നമുക്കിതെല്ലാം കൂടി ഇളക്കി കൊടുക്കാം. അതിലേക്ക് നമുക്ക് 1/4 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കാം. തൈരൊക്കെ നല്ല ഉടച്ച് മാറ്റി 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായി തിളച്ച് വറ്റി വരട്ടെ. ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. വലിയ വലിയ ആക്കിയിട്ടുള്ള സവാള ഇതൊക്കെ ഒന്ന് വഴന്ന് വരട്ടെ. അതൊക്കെ ഒന്ന് അപ്പോൾ അതാ നന്നായി വറ്റി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അതിൽ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയില ഇല്ലാത്തവർ കറിവേപ്പില ഇട്ട് കൊടുത്താൽ മതി. നല്ലൊരു അടിപൊളി കറിയാണ്. ചപ്പാത്തിയുടെ കൂടി ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി കറി. നിങ്ങൾ വീട്ടിൽ ഇത് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാം.